പറയുന്ന പർവ്വതങ്ങൾ ആർക്കും ഒരു ദോഷമായി ചെയ്യുവാൻ ഇല്ല. എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് പറയാനതുകൊണ്ട് ഈ പ്രാവശ്യം പറയാൻ ചിന്തിച്ചാൽ ഒത്തിരി സന്തോഷം. 1977 കാലഘട്ടത്തിൽ ഞങ്ങൾ ചർച്ചോട് മുളക്കര സഭാംഗമായത് 9 ഓവർസർമാർ മാറ്റം ചാക്കോസ് സാർ മുതലുള്ളതായ ഓവർസർമാർ മാറ്റം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഓരോ ഓവർസർക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് അടുത്ത ആളായിട്ട് വന്നത്. കഴിഞ്ഞ ഓവർസർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എന്നാൽ എനിക്കിഷ്ടമുള്ള ഒരാളാണ് ഓവർസറായാലും ഹൃദയംഗമായി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രഫറൻസിന് മുമ്പേ ഞാൻ ആഗ്രഹിച്ചു. ഞാനത് പലരോടും പറയുവാനിടയായി. ഓവർസറായാലും അവരെ ഹൃദയംഗമായി അനുഗ്രഹിച്ച് അവർക്ക് ആവശ്യമായ കൈത്താങ്ങൽ കൊടുത്ത് ദൈവസഭയുടെ യശസ്സിനെ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. നിശ്ചയമായി കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷിക്കും. സ്തോത്രം. ഒത്തിരി ഭാഗ്യമുള്ളതാണ് വേറെ ഭാഷ. ദൈവ പ്രഫറൻസ് കഴിഞ്ഞ് വന്നപ്പം വരാതെ നിർത്തിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്. അകത്തിലേക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹം ചാർജ് എടുക്കുന്ന 1-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി ഒരു സ്റ്റേ ഓവർ ഇല്ലായിരുന്നു. ഫ്രീ അദ്ദേഹത്തിന് താമസിക്കാൻ പാർപ്പിടം ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കാൻ പാർപ്പിട സൗകര്യം കുറവായിരുന്നു, ഇല്ലായിരുന്നു. ബാങ്കിൽ അദ്ദേഹത്തിന്റെ സൈൻ വാങ്ങിച്ച് ഞങ്ങൾ ഓൾറെഡി കത്ത് കൊടുത്തു കഴിഞ്ഞു. എന്നാൽ ഞാൻ കയറുമ്പോൾ ഞാൻ സൈനിങ് അതോറിറ്റി അല്ല സ്റ്റേ ഓവർ ഉണ്ടെന്ന് പറഞ്ഞ കത്താണ് വാങ്ങിച്ചത്. അങ്ങനെ പ്രതിസന്ധിയുടെ നടുവിലാണ് അതിൽ പക്ഷെ ഞാൻ കയറിയത്. നിങ്ങളെല്ലാം അതിന് സാക്ഷികളാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള സിസ്റ്റർ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ഹൃദയം നിറഞ്ഞ ഞാൻ അവിടെ നിൽക്കുന്നത്. എന്ത് സംഭവിച്ചാലും ഞാൻ വിശ്വസിക്കുന്ന എന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യം നന്മയ്ക്കായി തീരുന്നു. കോവിഡ് വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യം നന്മയ്ക്കായി തീരുന്നു. ബിനോയ്, ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫായിരിക്കുന്ന ബിനോയ് സാറിനും ഡോക്ടർ ജിനോഷിനും ഒക്കെ നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞ കാര്യം നന്മയ്ക്കായി തീരും. എനിക്ക് വോട്ട് കുറഞ്ഞെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയ്ക്കായി തീർന്നു. കാരണം എനിക്ക് പിന്നാലെ വരുന്നത് എന്റെ സഹോദരൻ ഭാഷ എന്റെ പിന്നാലെ 1-ാമനായും 2-ാമനായും വരുന്നത് എന്റെ ഇടവും വന്നു നിന്ന ഭാഷം ശുഭക്കെ മാക്കി സാർ. അത് ഭാഷ പിന്നീട് പറയും. അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ വളരെ സന്തോഷത്തില്ല ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഈ മീറ്റിംഗ് അധ്യക്ഷനായിരിക്കുന്ന കൗൺസിൽ സെക്രട്ടറി സാകുട്ടി പാസ്റ്റർ, അതുപോലെ തന്നെ എന്താ ദാസന്മാർ പലരും ഇവിടെ സംസാരിക്കുവാനായിട്ടിടയായി തീർന്നു. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ആനന്ദത്തോടും സാറ് ഞങ്ങൾ നേരിട്ട് വളരെ ചുരുക്കമേ കണ്ടുള്ളൂ. 5 മിനിറ്റ് പോലും അദ്ദേഹം 2 മിനിറ്റ് പോലും സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ കൺവെൻഷൻ അദ്ദേഹം വന്ന് കൈകൊടുത്ത് പോയി. പിന്നെ ഇന്ന് കാണുന്നു. പിന്നെ എവിടെ ഓർക്കുന്നില്ല. പക്ഷേ നമ്മളെ പറ്റി നമ്മുടെ കൺവെൻഷൻ കഴിയുമ്പോൾ ദൈവസഭയുടെ കൺവെൻഷൻ കേരള പെന്തക്കോസ്റ്റിന് ഏറ്റവും ഡിസിപ്ലിൻ ഉള്ള കൺവെൻഷൻ എന്ന് പല പ്രാവശ്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാനും അതിന് ബന്ധമില്ലെങ്കിലും ദൂരെ നിന്ന് വീക്ഷിച്ച് അതിനെ നന്നായി വിശകലനം ചെയ്യുന്ന അനുകൂലത്തെ സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് പിന്നെ സാക്കുട്ടി ചാപ്പ സാറ് നമ്മളെ പറ്റി പല വേദികളിൽ IPCയുടെ വേദികളിലും പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തന്നിട്ടുണ്ട്. ഡോക്ടർ ജെയ്സൺ തോമസ് അവരുടെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. റീജിയൻ ഓവർസിയർ പ്രിയ ജോമോൻ ജോസഫിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, 2016 സെപ്റ്റംബർ മാസം 3-ാം തീയതി ബഹുമാന്യനായ സൗത്ത് ഏഷ്യൻ സൂപ്രണ്ട് കെന്നാക്കേഴ്സൻ
എന്നെ പ്രാർത്ഥിക്കുന്നത് കേരള റീജിയന്റെ പാസ്റ്റേഴ്സിന്റെ സാന്നിധ്യമാണ്. കാരണം ഇവിടെ എനിക്ക് സ്റ്റേ ഓർമ്മ അവിടെ കയറാൻ പറ്റില്ല. അവിടെ വെച്ച തിരുവല്ല ശാരദ ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട അന്നത്തെ അവരുടെ ഓഫീസർ പാസ്റ്റർ സണ്ണിക്കുട്ടി കേസി ഇവിടെ ആ അനുമോദന മീറ്റിംഗിൽ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ എന്നെയും പ്രതിഷ്ഠിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് ഇന്ന് അടുത്ത സമയത്ത് കർത്താവിൽ നിദ്ര പ്രാപിച്ച മുൻ ഓവർസിയർ പാസ്റ്റർ സണ്ണിക്കുട്ടിയായിരുന്നു എൻ്റെ അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞത് ആദ്യം മനസ്സിൽ പെട്ടെന്ന് വന്നതേ, സ്വന്തമായവരോ അവനോ സ്വന്തത്തിലേക്ക് വന്നോ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ പ്രിയ സണ്ണി വർക്കി സാർ പറഞ്ഞത്, സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവനെ കൈക്കൊണ്ടില്ല. പിന്നെ പറഞ്ഞു രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങളെ കൂടെ ഓർക്കണേ. നിശ്ചയമായ ഓർമ്മയുള്ളതുകൊണ്ടാണ് പ്രിയ 4 വിദേശികൾ നമ്മുടെ കൂടെ ഉണ്ട്, 2 സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രിയ ജോമോൻ സാറിനെ അവരുടെ ഓഫീസറെ ഏൽപ്പിച്ചു വിട്ടേക്കായിരുന്നു, നന്മ പ്രാപിക്കണമെന്ന് വിചാരിച്ചു. സ്തോത്രം. നമ്മുടെ രാജ്യത്വം പ്രാപിച്ചപ്പോൾ ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് പെട്ടെന്ന് എന്റെ മനസ്സിൽ കൊണ്ട് വരുവാനായിട്ട് ഇടയായിരുന്നു. പ്രിയ ജോമോൻ പാസ്റ്ററെ, തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞങ്ങൾ കാണും എന്ന് പറഞ്ഞ് കള്ളാശ്രയിച്ചത് ഞാൻ മറക്കത്തില്ല. കർത്താവെന്നവരെയും അനുഗ്രഹിക്കട്ടെ. മുളകര മാംസ്യ ബൈബിൾ സ്കൂളിൽ അധ്യാപകനായി 1994 ചാർജെടുത്തു. തിരുവല്ല ICTS ബൈബിൾ സെമിനാരിയുടെ രജിസ്ട്രാറായും അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് പ്രസിഡന്റ് YP പ്രസിഡന്റ് കൗൺസിൽ അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2007 അമേരിക്കയിലെ ടൈലർ ചർച്ച കോഴ്സ് നമ്മുടെ ശുശ്രൂഷനായി നിയമനമാണ് കർത്താവ് സഹായിച്ചു. ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ രഹസ്യമായി വെച്ചിരിക്കുക, 2-3 മാസമായി അറിഞ്ഞിട്ട്. പക്ഷെ എങ്ങനെയോ ബഹുമാനപ്പെട്ട അന്നത്തെ കൗൺസിൽ സെക്രട്ടറിയും അസിസ്റ്റന്റ് ഓവർസുമായിരുന്ന കുഞ്ഞപ്പി ഭാഷ അറിഞ്ഞു. അന്ന് മുതൽ എന്റെ പല പ്രാവശ്യം വിളിച്ചു, എന്റെ ഭാര്യയെ വിളിച്ചു, എന്റെ പൊന്നും കുടമേ പോകരുതെന്ന് പറഞ്ഞു. എന്റെ ഭാര്യയോട് പറഞ്ഞു, എന്റെ പൊന്നും കുടമേ പോകരുത്. എന്നോട് പറഞ്ഞു, യാതൊരു പ്രാവശ്യം പോകരുത്, നേതൃത്വത്തിൽ നിൽക്കുകയായിപ്പോ അമേരിക്കയിലേക്ക് പോകാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ 0 കയറേണ്ടി വരും, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. എന്നെ സ്നേഹിച്ച് വളരെ പ്രാവശ്യം എന്നോട് പറഞ്ഞു പോകരുത്. അത്രമാത്രം എന്നെ സ്നേഹിച്ച ഒരു കർത്താവിന്റെ ദാസനാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ശക്തമായ ദൈവത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ അമേരിക്കയിലേക്ക് പോയി. പിന്നെ നാട്ടിലേക്ക് വരുന്ന കാര്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായില്ല. കാരണം അവിടെ മുന്നോട്ട് പോവുക എന്ന ചിന്തയിൽ കുഞ്ഞുങ്ങൾ സിറ്റിസണായി, അവർ കോളേജിൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ 2015-16 കാലഘട്ടത്തിൽ ചർച്ച ബോർഡ് കേരളത്തിലേക്ക് ഉരുത്തിരിഞ്ഞ സംഭവങ്ങൾ നിമിത്തം അന്നത്തെ കൗൺസിലുള്ള ഭൂരിപക്ഷം അംഗങ്ങളും ദൈവസഭയിലെ ഭൂരിപക്ഷം ദൈവദാസന്മാരും വിശ്വാസികളും വിശേഷാൽ ബഹുമാനപ്പെട്ട കുഞ്ഞപ്പി ഭാഷയൊക്കെ ശക്തമായി എന്നെ നിർബന്ധിച്ച് ദൈവസഭയെ പ്രാർത്ഥിച്ച് ഒരു നിയോഗത്താൽ ഞാൻ കേരളത്തിലേക്ക് വരുവാനിടയായിരുന്നു. 2016 ഞാൻ ചാർജ് എടുത്ത കാര്യം ഒത്തിരി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആരംഭഘട്ടത്തിൽ ശക്തമായ പ്രയാസമുണ്ടായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് 2017 കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടത്തുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 8 കൺവെൻഷനും കർത്താവിന്റെ കൃപയാൽ വളരെ ജനപങ്കാളിത്തമുള്ള വളരെ ആത്മീകമായി സമ്പന്നമായ കൺവെൻഷൻ ആയിരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക, അഭിമാനിക്കുക. അതിനുശേഷം എൻ്റെ പ്രിഫറൻസിന് കഴിഞ്ഞ ശേഷം പാട്ടുപാടിയ 30 കുഞ്ഞുങ്ങളെയും ബോസ് കൂടിയില്ലേ 30 കുഞ്ഞുങ്ങളെയും ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി. ഞാൻ അവർക്ക് ട്രീറ്റ് കൊടുത്തു. അവരോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞത് 102ാമത് കൺവെൻഷൻ 101ാമത് കൺവെൻഷനെക്കാട്ടിൽ അനുഗ്രഹമാണ്. പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല രോഗികൾ സൗഖ്യമാക്കുന്നത്, പിന്മാറ്റക്കാർ മടങ്ങി വരുന്നത്, ഭൂതങ്ങൾ ഓടിപ്പോകുന്നത്, പാടുമ്പോഴും അത് സംഭവിക്കും. നിങ്ങൾ ഇന്ന് മുതലേ അത് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഓഫീസർ, പക്ഷെ 6 ഓഫീസറായാലും ദൈവസഭയാണ് വലുത്. ദൈവസഭയുടെ കൺവെൻഷൻ കഴിഞ്ഞ കാലങ്ങളെക്കാൾ അനുഗ്രഹമായി മുന്നേറണമെന്ന് ഞാൻ അവരോട് പറയുവാനിടയായിരുന്നു. നിശ്ചയമായി 2025 കൺവെൻഷൻ കഴിഞ്ഞ കാലങ്ങളെക്കാളും മാഷമാരുടെ നേതൃത്വത്തിൽ വളരെ അനുഗ്രഹമായി മുന്നോട്ട് പോകും എന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവം പറയുന്ന പർവ്വതങ്ങളെ അറിയാതെ എടുത്തു കളയുമെന്ന് അതെന്റെ കണ്ണിന് മുമ്പിൽ കാണുവാൻ സഹായിച്ചു.
അസാധ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഞാൻ നിശ്ചയമായും കഥാദാസൻ പാസ്റ്റർ വയറജി അവർ ഞാൻ ഇപ്പോഴും ഓർക്കുക. എൻ്റെ സ്റ്റുഡൻ്റ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ 17 വർഷം പരിചയമുള്ള അജിയെ പോലെയല്ല, 30 വർഷം പരിചയവും ആത്മാർത്ഥം എന്നോടാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങളെല്ലാം പറഞ്ഞത്. സിസ്റ്റർ ഹേലനയ്ക്ക് നന്നായിട്ട് അറിയാം. പലപ്പോഴും സിസ്റ്റർ ഹേലനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അജി അല്ല കേട്ടോ, അദ്ദേഹത്തിന് സന്തോഷിക്കണമെങ്കിൽ കരയണമെങ്കിൽ വെച്ചെടുക്കില്ല വരുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയ രഹസ്യങ്ങൾ എന്നോട് പങ്കുവെക്കുവാൻ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹം കുട്ടി അതൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്, അത് മോശമാണ്, അത് ശരിയല്ല. അദ്ദേഹം നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ. നോ പറയുന്ന ഒരാൾക്ക് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആകാനായിട്ട് കഴിയുന്നുണ്ട്. മോനെ എല്ലാം ഓക്കെ മോനെ, ശരിയാ ശരിയാ ശരിയാക്കും എന്ന് പറയുന്ന ആൾക്ക് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആകാനായിട്ട് ഒക്കത്തില്ല. എന്നോട് ചേട്ടൻ സംസാരിക്കണ്ടേ, ഞാൻ പറഞ്ഞത് ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ, എന്നെക്കാൾ കരുത്തനായ ഒരു അഡ്മിനിസ്ട്രേറ്റർ മാസ്റ്റർ വയറജി എന്നത് ദൈവസഭയ്ക്ക് അഭിമാനിക്കാവുന്ന മകയാണ്. ഒരു ദിവസം ഞാൻ 2017 ഞങ്ങൾ ചാർജ് എടുത്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ ഓഫീസിൽ നിന്ന് രാത്രി, ഓഫീസിൽ നിന്ന് പകലാണ് ഒരു ഈവനിങ് സമയത്ത് വെളിയിലിറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യ ഡൈനിങ് ഹോളിൻ്റെ അവിടെ ഇങ്ങനെ കരയുന്ന പോലെ വിഷമിച്ചിരിക്കുക, കരയുക. ഞാൻ എന്ത് പറ്റി? ഈ പിള്ളേർക്ക് ഇല്ലാത്ത വിഷമമാണ്. എന്ത് പറ്റി? ഈ പെണ്ണുങ്ങളുടെ അഭ്യാസം മിണ്ടാതായിരിക്കും. എന്ത് പറ്റിപ്പോളേ, എന്ത് പറ്റിയോ പറഞ്ഞു. എപ്പോഴും താഴ്മയാണ് പ്രസംഗിക്കുന്നത്, താഴ്മ ഇറങ്ങുന്ന പ്രാർത്ഥിക്കുന്നത്. ഇവിടെ കിടന്ന് ബഹളമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ഓഫീസിൽ ഈ പാസ്റ്റർമാരോട് താഴ്മ കാണിച്ചുകൊണ്ടിരുന്ന ദൈവസഭ എങ്ങനെ പോകും? ഇവിടുത്തോട്ട് സാറേ എങ്ങനെ ദൈവസഭ പോകും? അപ്പോൾ താഴ്മ കാണിക്കേണ്ടത് ഓഫീസിൻ്റെ അകത്തല്ല. വയറജി പാസ്റ്ററെ, നിങ്ങൾ ശക്തനാണ്, അത് തന്നെ മുന്നോട്ട് പോകണം. വിട്ടുവീഴ്ച ചെയ്താൽ നിങ്ങളുടെ ഭരണം പരാജയമായി. നോ പറയേണ്ടത് നോ പറഞ്ഞെങ്കിൽ മാത്രമേ വിജയിക്കൂ. എനിക്ക് മുന്നമേ ഓവർസറുടെ മുറിയിൽ ഒരുപറ്റം ആളുകളൊക്കെ വാങ്ങി കേട്ടിട്ടുള്ളൂ. ഞാനിവിടെ ഇല്ലായിരുന്നു. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് കോഴിക്കോട് വരുന്നവരോട് അവർ ഉത്തരം പറയും. പക്ഷെ എൻ്റെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ, എൻ്റെ ഉയർച്ചയിൽ ഒത്തിരി സഹായമായിരുന്ന ജോസഫ് മറ്റത്തുകാല എൻ്റെ ഓഫീസിൽ വന്ന അധിക സമയം ചെലവഴിക്കുന്നില്ല. അദ്ദേഹം 11:30 വന്ന് 11 ഉണ്ടായിട്ട് പോകും. ചിലപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അതുപോലെ വയറജി പാസ്റ്റർ 4 വർഷം എന്നോടുകൂടെ ജോസഫ് പാസ്റ്റർ ഉണ്ടായിരുന്നു കൗൺസിൽ സെക്രട്ടറി ആയിട്ട്. പക്ഷെ എൻ്റെ ഓഫീസിന് അനാവശ്യമാണ് കാര്യത്തിൽ അവർക്കറിയാം എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് കൂടെ പഠിച്ചവരൊക്കെ ഉണ്ടല്ലോ, അവരോട് ചെറിയ ഉപദേശം, വയറജി പാസ്റ്റർ ഓഫീസിൽ ചുമ്മാ കയറല്ല. അത് മറ്റുള്ളവർക്ക് ഒരു പ്രയാസമായി തീരും. അത് അദ്ദേഹത്തിന് ദുഷ്പേരുണ്ടാക്കാനിടയായി തീരും. അദ്ദേഹത്തിന് തുറന്നു പറയാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അധ്യാപകർ എന്ന നിലയിൽ കൂടെ പഠിച്ചവരോടും ജൂനിയറായി പഠിച്ചവരോടും വിശേഷം പറയുക. ദയവായി ആവശ്യമില്ലാതെ അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. വീട്ടിൽ ചെന്ന് വേണേ വിളിച്ചോളൂ. ഈ ഗോപോണിൽ ചെന്ന് അങ്ങനെ വിളിക്കാൻ പാടില്ല. ഇന്ന് മുതൽ അദ്ദേഹം പാസ്റ്ററെന്നും സാറെന്നും വിളിക്കുന്ന ഏറ്റവും ബഹുമാനം. അത് ദൈവസഭയ്ക്കും ഏറ്റവും നല്ലതായിരുന്നു. ആവശ്യമില്ലാതെ ട്രാൻസ്ഫർ വരുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളിൽ അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് അടിച്ച് അദ്ദേഹത്തിന് അറിയാം എങ്ങോട്ട് അടിക്കണമെന്ന്. അദ്ദേഹത്തിന് വിട്ടു കൊടുക്കണം, അദ്ദേഹത്തിന് വിട്ടു കൊടുക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല, പരാജയപ്പെടാനിടയാക്കി. അക്കാലത്തിൽ കൗൺസിൽ സെക്രട്ടറിമാരായ ടി മാമച്ചൻ അവരും സജി ജോർജ് അവർ, ഇപ്പോഴത്തെ കൗൺസിൽ സെക്രട്ടറി സാംകുട്ടി മാത്യു അവർ, വിജി മാത്യു സാറേ, അവർക്ക് ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. ആവശ്യമില്ലാതെ ഒരു കാര്യം റെക്കമെൻഡ് കൊണ്ട് എൻ്റെ കയ്യാസ് ഭാഷ വന്നിട്ടില്ല, സജീവ ഭാഷ വന്നിട്ടില്ല, ടി മാമച്ചൻ ഭാഷ വന്നിട്ടില്ല, സാംകുട്ടി മാത്യു ഭാഷ വന്നിട്ടില്ല. വയറജി ഭാഷ കൈ കാണിച്ചിട്ട് എന്നെ കൂടെ പറയാൻ വയറജി ഭാഷ ഒരു കാര്യത്തിൽ പോലും എന്നോട് റെക്കമെൻഡേഷൻ 8 വർഷമായി. ഇവിടുത്തെ ബാലൻസ് എന്തുകൊണ്ടെന്ന് അദ്ദേഹം പോയി ചോദിച്ചിട്ടില്ല. നല്ല ബാലൻസ് ഉണ്ടാവുന്നത്, പക്ഷെ അദ്ദേഹം ചോദിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ പറയുമ്പോൾ അദ്ദേഹം അറിയില്ല. ഓഫീസിൽ കയറി ബിനോയ് എന്തുകൊണ്ട് ബാലൻസ്, എന്തുകൊണ്ട് അവിടെ, എന്തുകൊണ്ട് ഇവിടെ, അദ്ദേഹം ചോദിച്ചില്ല. വളരെ നീറ്റായിരുന്നു. അതുകൊണ്ട് കൂടെ പ്രവർത്തിക്കുന്ന ഒരു അജികുളമരോട് ഉൾപ്പെടെ ഞാൻ പറയുക, ആവശ്യമില്ലാത്ത ഇടപെടരുത്. ഈ സ്ഥാനം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഒരു കുഴപ്പമില്ല. കൺസ്ട്രക്ഷൻ പണി നടക്കുന്നിടത്തൊന്നും അദ്ദേഹത്തെ വിളിച്ചോണ്ട് പോകുന്നു. ഒത്തിരി കാര്യങ്ങൾ 8 വർഷം മൊത്തം ഞാൻ എഴുതി വെച്ചേക്കാം. വിനോയ് ഒത്തിരി കഷ്ടപ്പെട്ട
പ്രിന്റ് ചെയ്ത്. പക്ഷേ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകും. പിന്നെ ഞാൻ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞല്ലോ. സഹോദരങ്ങളെ, നമുക്ക് വിരോധമായി ഹോമൊക്കെ എഴുതും. ഭാഷ കേൾക്കാൻ വേണ്ടി പറയാം. നമുക്ക് അതിന് വിരോധമായി ഹോമൊക്കെ എഴുതും. നമുക്ക് വിരോധമായി വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാകും. പത്രം പ്രസിദ്ധീകരിച്ച് എല്ലാ ഞായറാഴ്ചയും ചർച്ചിൻ്റെ കസേര കൊണ്ട് വെക്കും. പക്ഷേ തിരിച്ച് ഒന്നും നമ്മൾ പറയരുത്, തിരിച്ചൊന്നും എഴുതരുത്. തിരിച്ചു നമുക്ക് പറയാനുള്ളതല്ല മറുപടി. എൻ്റെ അനുഭവം നിങ്ങളോട് പറയാം. ആരെ കൊണ്ടും എഴുതിപ്പിച്ചിട്ടില്ല, ഞാനും എഴുതിയിട്ടില്ല. അതിനുവേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടില്ല. ഫേക്ക് ID ഫേസ്ബുക്ക് എനിക്കില്ല. അങ്ങനെ തുടങ്ങിയിട്ടില്ല. എനിക്ക് ഉള്ള ശക്തി നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അത് മറ്റാരുടെയും അല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ മുഴുവൻ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഓഫീസ് സ്റ്റാഫിന് ചിലർക്കറിയാം, ഇവിടുത്തെ ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനൊക്കെ അറിയാം, ഇവിടെ ആയിരിക്കുന്ന സ്റ്റാഫിന് അറിയാം. നമ്മുടെ കുക്കച്ചാൻ ഇവിടുന്ന് വിട്ടുപോലും അദ്ദേഹത്തിനുള്ള നന്നായിട്ട് അറിയാം. രാത്രി 12 മണിക്ക് 1 മണിക്ക് ഈ കോമ്പൗണ്ടിൽ നടന്ന് എൻ്റെ കാൽപാദം ചവിട്ടാത്ത ഒരു മണത്തരി പോലും ഒരു പക്ഷേ ഇവിടെ കാണുകയില്ല. രാത്രി 12 മണിക്ക് 1 മണിക്ക് അന്യഭാഷ പറഞ്ഞ് ഞാൻ ആരാധിച്ച ഒരു കോമ്പൗണ്ട്. അങ്ങനെ ഒരു പ്രവാചക കർത്താവിന്റെ ദാസൻ ഇവിടെ ഇരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, സാറേ ഈ മാവിന്റെ മണ്ടയ്ക്ക് വരെ പിശാചുണ്ട്, സ്വസ്ഥത കെടുത്തുന്ന പിശാച്. ഞാൻ പറഞ്ഞു, ഇപ്പോഴല്ല, ഇപ്പൊ ഒന്നുമില്ല, ഇവിടെ നല്ല ഓടിപ്പോയി, ഇവിടെ ആരും അടുക്കാനായിട്ട് കഴിയത്തില്ല. സർവശക്തനായ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലാഭാഷയെ ഇവിടെ ഉള്ളവർ പറയുവാനായിട്ട് ഇടയായിരിക്കുന്നു. എന്റെ കഴിവുകൊണ്ടോ എന്റെ മിടുക്കുകൊണ്ടോ എന്റെ സാമർത്ഥ്യം കൊണ്ടോ ഒന്നുമല്ല, സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, സാറേ ഈ എഴുതുന്നവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കാൻ പ്രാർത്ഥിക്കണേ. സ്തോത്രം. സത്യമാണ്. ഇത് നമ്മുടെ നന്മ കാണണ്ടായി. വയറിന് ഭാഷക്കുണ്ടായ നന്മ കാണണ്ടായി. എനിക്കുണ്ടായ നന്മ അവർ കാണണ്ടായോ? അതുകൊണ്ട് ഈ ദീർഘായുസ് അവർക്ക് ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം എന്നെ മാതൃഭാഷയിൽ ഒരു കഥാപദാസൻ അമേരിക്കയിലെ മിസോറി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ഒരു ദൈവദാസൻ, എനിക്കതിൽ ഏറ്റവും കൂടുതൽ തെളിയ ദൈവദാസന്റെ അവസ്ഥ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നനഞ്ഞ. ദൈവമേ, അദ്ദേഹത്തിന് ഞങ്ങളുടെ ഈ നന്മ കാണാനും ഒത്തില്ലല്ലോ. ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം, പ്രയാസം. അതുകൊണ്ട് എല്ലാവർക്കും ദീർഘായുസ് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. തിരിച്ച് മറുപടി പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒന്നും നമുക്ക് പറ്റിയതല്ല, ദൈവം കൈകാര്യം ചെയ്യും. ദൈവം നമുക്ക് ദോഷം വന്നില്ലല്ലോ. പ്രിഫറൻസ് മാർക്കിൽ 1.7 പോയിന്റ് എനിക്ക് കുറഞ്ഞതുകൊണ്ട് എനിക്ക് ദോഷം വന്നില്ല. എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മാന്യത. സ്തോത്രം. 2 വർഷമായി എന്നോട് കൺവെൻഷൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. 100ാമത് കൺവെൻഷനിൽ ഫീൽഡ് ഡയറക്ടർ ബിഷപ്പ് ആൻഡ്രൂ വിൻഡ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാർത്ഥിച്ചു. വേൾഡ് മിഷന് ആവശ്യമുണ്ട്, സൗത്ത് ഏഷ്യക്ക് ആവശ്യമുള്ളത് പ്രാർത്ഥിച്ചതാണ്. ഈ ഇലക്ഷന് മുമ്പേ എന്നോട് പറഞ്ഞത്, ലാസ്റ്റ് എന്നോട് പറഞ്ഞത് 2 വർഷത്തേക്ക് മാത്രമായിരിക്കും നീ ജയിച്ച എന്നാ പറഞ്ഞത്. 2 വർഷത്തേക്ക് മാത്രം. ആ പ്രിഫറൻസ് 2 വർഷം എഴുതാനായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഞാൻ എഴുതാൻ. ആ പ്രിഫറൻസിന്റെ രാത്രി ഞാൻ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് വേൾഡ് മിഷൻ ഡയറക്ടർക്ക്, ഫീൽഡ് ഡയറക്ടർക്ക്, ഏഷ്യൻ സൂപ്പർ എഴുതി ഐ ഗോട്ട് ഓൺലി 73.3%. ആ രാത്രി ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് എഴുതിയേ. ഉടൻ തന്നെ എനിക്ക് മറുപടി വന്നു, യു ആർ ഗോയിങ് ഗെറ്റ് എ മേജർ പ്രമോഷൻ. അതുകൊണ്ട് എനിക്ക് കിട്ടാതിന്റെ ഒരു നിമിഷം പോലും ഞാൻ ദുഃഖിച്ചില്ല. കാരണം അന്ന് രാത്രി എന്നോട് പറയുക, യു ആർ ഗോയിങ്, അവിടെ പകല, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ മേജർ പ്രമോഷൻ, സോ യു ആർ ഗോയിങ് ടു സ്റ്റേ ഇൻ മുളക്കുഴ. അന്ന് പറഞ്ഞതാണ്. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഭാഷയെ എറണാകുളത്ത് നിന്ന് വിളിപ്പിച്ചു. ഡോക്ടർ ഷിബു മാത്യു, സാമ്പത്തി മാത്യു സാർ ഉൾപ്പെടെ അവരോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രമോഷനാണ്. പക്ഷേ വേൾഡ് മിഷൻ എന്നോട് പറഞ്ഞേക്കുന്നത് അവർ അനൗൺസ് ചെയ്യുന്നതും വരെ ഇത് പുറത്ത് പറയരുത് എന്ന് ശക്തമായിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ തുടരുന്നില്ല. എനിക്കൊരു പ്രൊമോഷൻ ആവാൻ ഭാഷ എന്ന് പറഞ്ഞ് വൈദ്യ ഭാഷ പ്രൊഫസറാകാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് അദ്ദേഹത്തോട് പറയുവാനായിട്ട് ഇടയായി. സ്തോത്രം. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ധാരാളമായി സഹായിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിന് ഉള്ളതായ വേൾഡ് മിഷൻ ഡയറക്ടറുടെ
കത്ത് വായിക്കുക. നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നാൽ സന്തോഷമാണ്. Church of God World Missions General Director, August 22, 24, to whom it may concern. This letter is to certify that Reggie White has been officially appointed by the Church of God World Missions Board and ratified by the Church of God International Executive Committee, with the international headquarters located in Cleveland, Tennessee, USA, to serve as the overseer of the Church of God in Kerala State, India. Reggie White is authorized to represent the Church of God in Kerala State, India, with all rights and privileges attributed to an overseer. Any consideration shown on his behalf will be greatly appreciated. Sincerely, M. Thomas Probst, D.D., General Director of World Missions, State of Tennessee, Bradley County, subscribed and affirmed before me this 22nd day of August 2024, Notary Public Cynthia Laden, my Commission Express, January 19, 2026. Church of God അന്തർദേശീയ നേതൃത്വത്തിന്റെ വേൾഡ് മിഷൻ ഡയറക്ടർ ആയിരിക്കുന്ന ബിഷപ്പ് തോമസ് പ്രോബ്സ് ഒഫീഷ്യലി ബഹുമാനപ്പെട്ട പാസ്റ്റർ വയർജിയെ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ഓവർസറായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കത്ത് ഞാനിവിടെ വായിച്ചതിന് ശേഷം ഇന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കത്ത് കർത്താവിന്റെ ദാസന് ഹൃദയംഗമായി എന്നെ മാറിക്കുവാനെന്നിലെന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ
70 രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഒരു അന്തർദേശീയ സഭയുടെ കേരള ഘടകത്തിന്റെ നേതൃത്വം വഹിക്കുവാൻ കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിന് ഞങ്ങൾ നിങ്ങൾക്ക് അംഗീകാരം തന്നിരിക്കുകയാണ്. ഈ സമൂഹം നിങ്ങൾക്ക് അംഗീകാരം തന്നിരിക്കുകയാണ്. തികഞ്ഞ ദൈവകൃപയിൽ, തികഞ്ഞ ദൈവഭക്തിയിൽ നമ്മുടെ അരുമനാഥനായ ദൈവത്തിന്റെ വചനം ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടാലും മാറ്റപ്പെടാത്ത ഈ തിരുവചനത്തെ ധ്യാനിച്ച് അത് അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിച്ചു. ഈ സഭയെ നയിക്കുവാൻ തിരുവചനത്തിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് ഈ തിരുവചനത്തിൽ നിന്നും ഇടം വലം വ്യതിചരിക്കാതെ മുന്നോട്ട് ഈ സഭയെ നയിക്കുവാൻ ഇത് പകൽക്കാലം വേൾഡ് മിഷന് വേണ്ടി ഈ വേദപുസ്തകം നിങ്ങൾക്ക് സമ്മാനിക്കും. നമ്മുടെ വിശ്വാസ പ്രമാണമുണ്ട്, ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്. ഈ കാലഘട്ടത്തിൽ അനേക ന്യൂ ജനറേഷൻ സഭകൾ എന്ന് പറഞ്ഞ് ഈ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അനേകരെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസഭയുടെ വിശ്വാസ പ്രമാണത്തിൽ ഊന്നിക്കൊണ്ട് നയിക്കുവാൻ സർവശക്തനായ കർത്താവ് നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശ്വാസ പ്രമാണത്തിൽ ഒരു ബൈലോ നമുക്കുണ്ട്. ഗവേണിംഗ് ബോഡിയുടെ അടിസ്ഥാനമാക്കി ചർച്ച് ഓഫ് ഗോഡ് ഇന്റർനാഷണൽ ഘടകത്തിന്റെ ബൈലോയുമായിട്ട് ലിങ്ക് ചെയ്ത് ഇവിടുത്തെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഈ ചർച്ച് ഓഫ് ഗോഡ്, ദ സൊസൈറ്റി ഓഫ് ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യയുടെ ബൈലോ ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ ബൈലോ വേദപുസ്തകത്തോട് ഒരുമിച്ച് തന്നെ മനസ്സിലാക്കുവാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് സഹായം. ദൈവസഭയുടെ താക്കോൽ കൂട്ടങ്ങൾ സൂക്ഷിക്കുവാൻ ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷന്റെ എംബ്ലമുള്ളതായ ഒരു നല്ല പോർ പൊരുതുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വേൾഡ് മിഷന്റെ ഒരു പേര് കർത്താവിന്റെ ദാസനെ സമ്മാനിക്കുന്നു. ദൈവസഭയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് കോപ്പികൾ, ദൈവസഭയുടെ SB അക്കൗണ്ട് പാസ്ബുക്കുകൾ, ദൈവസഭയുടെ മുഴുവൻ സ്വത്ത് വിവരങ്ങൾ അടങ്ങിയതായ ഈ രേഖ ദൈവസഭ ഓഫീസിന്റെ താക്കോൽക്കൂട്ടം ഉൾപ്പെടെ ഇന്ന് പകൽക്കാലം ഈ സമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവസഭയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ Glory to the Lord. Glory to the Lord. All glory and honor and the praises unto the Almighty God. All the glory and all the honor and all the praises unto the Almighty God. ദൈവദാസന്മാർ മുന്നോട്ട് കടന്നു വന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സുനു സിസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ജുരാദലാദരാജ ശാദഹതരാദരാജ Jurada Shudaha Karada Shudaba. Bishop Anybody please come forward for a moment. Hallelujah. Rakaba Raja Shuda. Agarada Raja Shakari Raja Shadada. Ogarada Raja Shakari Raja Shudada. Ojara Kaba Raja Shadaha Karada Raja. Hallelujah, Lord. We praise you, 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 Lord. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നാം ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. ദൈവസഭയെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ, ദൈവസഭ സമൂഹത്തെ കർത്താവ് ഇത്രത്തോളം ആദരിച്ചല്ലോ, ഇത്രത്തോളം മാനിച്ചല്ലോ, ഇത്രത്തോളം ഉയർത്തിയല്ലോ. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നേതൃത്വക്ഷാമം ഉണ്ടായിരുന്ന ഒരു കാലത്തെ നീക്കി അനേകരെ നേതൃത്വത്തിലേക്ക് ഉയർത്തിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിച്ച് അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. കഴിഞ്ഞ 10 വർഷന്മാരെ അനുഗ്രഹിച്ചവരായ സർവശക്തനായ ദൈവമേ, ഇന്ന് പകൽക്കാലം ചർച്ച സ്റ്റേജിന്റെ 11ാമത് ഓവർസറായി പാസ്റ്റർ വൈ റജി ചാർജെടുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പിതാവിന്റെയോ പുത്രന്റെയോ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെ ദാസനെ അങ്ങനെ ദാസിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സത്യ സുവിശേഷത്തിന്റെ അങ്ങ് വീര
ആയാസം ഒന്നും കാലഘട്ടത്തിൽ ഉണ്ടാകുവാനിടയാകാം. കർത്താവേ, അങ്ങയുടെ ദാസിയെ തികഞ്ഞ ശാരീരിക ആരോഗ്യമുണ്ട്, മാനസിക ആരോഗ്യമുണ്ട്, സാമ്പത്തിക മേഖലയുടെ ആരോഗ്യമുണ്ട്. അങ്ങയുടെ ദാസിനെ തലമുറയെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, ദൈവസഭയ്ക്ക് ഒരഭിമാനമായി അങ്ങയുടെ ദാസനെ അങ്ങ് ഉപയോഗിക്കാൻ പോകാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ദൈവസഭയ്ക്ക് ഒരഭിമാനമായി കാലഘട്ടത്തിനനുസരിച്ച് മുന്നേറുവാൻ ആവശ്യമായ ദർശനങ്ങൾ, ആവശ്യമായ വെളിപ്പാടുകൾ, കൃപാവരങ്ങൾ എന്റെ കർത്താവേ അവിടുന്ന് പകർന്നു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കൗൺസിലിനായി സ്തോത്രം, ബിലീവേഴ്സ് ബോർഡിനായി സ്തോത്രം, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിനായി സ്തോത്രം, ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസിനായി, ടീച്ചേഴ്സിനായി, ഡയറക്ടർക്കാരെല്ലാം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം എല്ലാ കർത്താവിനും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇരിക്കാം. എനിക്ക് എന്താ പറയേണ്ടത് എന്നെനിക്ക് വലിയ നിശ്ചയമില്ല. ജീവിതത്തിൽ ഞാൻ ഇതുപോലെയൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. ബഹുമാന്യനായ സൗത്ത് ഏഷ്യൻ സൂപ്രണ്ട് ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു നിഴലായി മുൻപിൽ കണ്ടിരുന്ന ആ നിഴലിൽ വളരുവാൻ ആഗ്രഹിക്കുകയും ഇതുവരെ എന്നെ എത്തിക്കുകയും ചെയ്ത എനിക്ക് ഒത്തിരി ബഹുമാനമുള്ള എൻ്റെ സിസി തോമസ് സാറിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷമുണ്ടാകാമോ അത്രമാത്രം സന്തോഷത്തിൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അദ്ദേഹം ഇവിടെ കണ്ഠമിടറി ഒരു വാക്ക് പറഞ്ഞത് നമ്മളേവരും ശ്രദ്ധിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സ്വീകരണം സമർപ്പണ ശുശ്രൂഷയിൽ തിരുവല്ലയിലെ ശാരൻ ഓഡിറ്റോറിയത്തിൽ റവറൻ കെന്നാൻഡേഴ്സൺ അവர்கள் അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നത് ചച്ചക്കോഴ്സ് റീജന്റെ ഓവർസറെ ആ സമർപ്പണ ശുശ്രൂഷയിലാണ് എന്ന് അദ്ദേഹം വേദനയോടെ പറയുവാനിടയായി. അതിന് നമ്മിൽ പലരും അന്ന് സാക്ഷികളാണ്. എന്നാൽ അദ്ദേഹം ഉൾപ്പെടെ 10 സ്റ്റേറ്റ് ഓഫീസർമാർക്ക് ലഭിക്കാത്ത ഒരു അപൂർവ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിനാലും എന്നോടുള്ള കരുതലിനാലും അതിലുപരി ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹത്താലും എനിക്ക് നൽകിയതിൽ അദ്ദേഹത്തെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അത്യുച്ഛാടകൃതമായിരിക്കുന്ന ഈ സദസ്സിന് പ്രത്യേകം നന്ദി. നല്ല സന്ദേശം നൽകിയ പ്രിയ ജെസി തോമസ് സാറ്, അതുപോലെ അനിൽ കൊടിത്തോട്ടം സാർ, അതുപോലെ ജോമോൻ ജോസഫ് ഉൾപ്പെടെ ദൈവസഭയിലെ ആദരണീയരായ ദൈവദാസന്മാരെ വളരെ പരിചയമുള്ള തലയാവർത്തി വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ സമയത്തിൻ്റെ പരിമിതിയിൽ ഞാനത് ആവർത്തിക്കുന്നില്ല. സീനിയർ പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന വിജയ് കുഞ്ഞിമൻ പാസ്റ്റർ ഉൾപ്പെടെ മാത്യു സാർ ഉൾപ്പെടെ അങ്ങനെ എല്ലാ വിശ്വാസ
പ്രതിനിധികളായിരിക്കുന്ന അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവർക്കും വന്ദനം ഞാൻ പറയുകയാണ്. അടിച്ച് നമുക്ക് കർത്താവദാസനെ അഭിനന്ദനത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാം. അതുപോലെ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കർത്താവിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 8 വർഷം ദൈവസഭയുടെ സ്റ്റേറ്റ് ഓഫീസറായ റവറൻഡ് CC തോമസ് അവர்கள் ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുവാൻ അദ്ദേഹം ഏത് നിലയിൽ എന്നെ ആഗ്രഹിച്ചോ ആ നിലയിൽ തന്നെ ചേർന്ന് നിന്ന് മറുത്ത് ഒരു വാക്ക് പോലും പറയാതെ ഏത് നിമിഷവും ഏത് നിയോഗം തന്നാലും അത് സന്തോഷത്തോടെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പോയി ചെയ്യുവാൻ മനസ്സോടെ ചേർന്ന് നിന്നതിനാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ സന്തോഷത്തിൽ എന്നെ ഈ നിലയിൽ ആദരിപ്പാനും അംഗീകരിപ്പാനും അദ്ദേഹം മനസ്സ് കാണിച്ചപ്പോൾ ആ പദവിയിലേക്ക് ഞാൻ വന്ന വഴിവിൽ കഴിഞ്ഞ 8 വർഷവും ദൈവസഭയുടെ ഓവർസറോട് ചേർന്ന് നിന്ന് ഇടവും വലവും നിന്ന ഞങ്ങളിൽ ഒരുവനായ വാത്സല്യ ഡോക്ടർ ഷിബു കെ മാത്യു, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദൈവസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഓവർസർ എന്ന നിലയിൽ ഈ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി ഞാൻ സന്തോഷത്തോടെ ഈ 2 വ്യക്തിത്വങ്ങളെ ഈ പൊതുസദസ്സിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഓർമ്മിക്കും, ഇത്രയും നല്ലൊരു ഒരു സംരംഭം ദൈവസഭ 101 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഈ സന്തോഷത്തിൽ എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്? കാലങ്ങളെ അടിച്ച് സന്തോഷത്തോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. ദൈവസഭ പുതിയൊരു ഘട്ടത്തിലേക്ക്, ദൈവസഭ പുതിയൊരു അനുഗ്രഹത്തിലേക്ക്, ദൈവസഭ പുതിയ ഒരു ഉയർച്ചയിലേക്ക് കടങ്ങളെ ഉയർത്തി കർത്താവിനെ